റിയൽ സ്വർണ്ണ എന്ന ഇൻസ്റ്റാഗ്രാം വനിതാ വ്ളോഗർ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അപമാനിക്കുന്നതായി ഗവൺമെന്റ് പൊതുമരാമത്ത് വകുപ്പ് അംഗീകൃത കരാറുകാരനായ അനൂപ് തവരയിൽ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തനിക്കുണ്ടായ മാനനഷ്ടത്തിനും അവഹേളനത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടമ്പൂർ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത മമ്മാക്കുന്ന് പുഞ്ചിരിമുക്ക് റോഡുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ തന്റെ കമ്പനി കരാറെടുത്ത റോഡെന്ന നിലയ്ക്കാണ് വ്ളോഗർ അവാസ്തവികത പ്രചരിപ്പിക്കുന്നതെന്നും അനൂപ് തവരയിൽ പറയുന്നു. 2020 മാർച്ച് 18-ന് ഗ്രാമപഞ്ചായത്ത് ടെൻഡർ പ്രകാരം നിർമ്മാണ സാധനങ്ങൾ എത്തിച്ചു നൽകുക മാത്രമേ തന്റെ സ്ഥാപനം ചെയ്തിട്ടുള്ളൂ. 5 വർഷം മുമ്പ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പഞ്ചായത്ത് നേരിട്ട് ചെയ്ത പ്രവൃത്തിയാണിത്. റിയൽ സ്വർണ്ണ സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ച റോഡിന്റെ പ്രവൃത്തിയുമായി താൻ പ്രവർത്തിക്കുന്ന തവര അസോസിയേറ്റിന് ബന്ധമില്ല. പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ പ്രവൃത്തിക്ക് തന്നെ പഴിചാരുകയാണ്. യാതൊരു കാര്യവും അന്വേഷിക്കാതെ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ വ്ളോഗർ റിയൽ സ്വർണ്ണ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിച്ചത്. തൻ്റെ വീഡിയോവിന് റീച്ച് കൂട്ടുന്നതിനായി മനഃപൂർവ്വം തൻ്റെ ജോലിയെയും പ്രവർത്തനങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയാണ്. തനിക്കേറ്റ സാമ്പത്തിക മാനനഷ്ടങ്ങൾക്ക് പരിഹാരമായി 1 കോടി രൂപ നഷ്ടപരിഹാരമായോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് നിരുപാധികം മാപ്പ് പറയുക വേണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ആർ മഹേഷ് വർമ്മ വഴി മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് അനൂപ് തവര അറിയിച്ചു. ഞാൻ PWD കോൺട്രാക്റ്റാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് തവര അസോസിയേറ്റ്സ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു സ്വർണ്ണ എന്ന് പറഞ്ഞ സ്വർണ്ണ KV PO കാടാച്ചിറ എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേരും അതുപോലെ തന്നെ എൻ്റെ പേരും വെച്ചുകൊണ്ട്, അതായത് അനൂപ് എന്ന വ്യക്തിയും തവര അസോസിയേറ്റ്സ് ആണ്, റോഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. കാരണം റോഡ് വളരെ മോശമായ രീതിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും അതിൽ ഒരാൾക്കും ഇതിൽ നടന്നു പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോഗർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം ആ റോഡുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ ആ റോഡ് ചെയ്യുന്നത് കടമ്പൂർ പഞ്ചായത്തിൻ്റെ അധീനതയിലാണ്. പക്ഷേ ഒരു അറിവുമില്ലാതെ, കാരണം ഒരുപാട് ബ്ലോഗർമാരുണ്ട് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ബ്ലോഗ് ചെയ്യാറ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാതെ എന്തൊക്കെയോ എടുത്തു പറയുക എന്ന്, കുറേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയുക എന്ന് പറഞ്ഞത് മൂലം ഞാൻ സമൂഹത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്ന ഒരാളാണ്. എങ്കിലും എനിക്ക് എൻ്റെ പേരിന് വളരെ മോശമായ പേര് മോശമാക്കാൻ വേണ്ടിയിട്ട് തന്നെ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. വാർത്താ സമ്മേളനത്തിൽ റോജിത്ത് രവീന്ദ്രൻ, KK ഗംഗാധരൻ, ബൈജു കുണ്ടത്തൽ എന്നിവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.